ബാബ രാംദേവ് പോലും ഞെട്ടിവിറച്ചിരിക്കുന്നു. രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഭയന്ന് ബാബ രാംദേവ് പോലും അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ ഒരു ചെറിയ വിജയം തന്നെയാണ്. ദീപിക JNU സന്ദർശിച്ച സമയത്ത് നടി ദീപികക്ക് നേരെ ശക്തമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച ബാബ രാംദേവിന് ഇതെന്തു പറ്റി എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള വ്യക്തമായ ഉത്തരം ഇതാണ്. രാജ്യത്ത് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു കഴിഞ്ഞാൽ തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ വ്യവസായ തകർച്ചകളെ വീണ്ടും വീണ്ടും ഇത് ബാധിക്കും. അതിനാൽ ബാബ രാംദേവിൻ്റെ പതഞ്ജലിക്കും വലിയ തകർച്ചയുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ബാബ രാംദേവ് ഇന്ന് NDTVയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. BJPയുടെ എല്ലാമായി മാറിയ ബാബ രാംദേവ് NDTVയോട് പറഞ്ഞ കാര്യം കേട്ടാൽ നിങ്ങളടക്കം ഞെട്ടും. ഷാഹിൻ ബാഗിലെ സ്ത്രീകളെ ആരും അധിക്ഷേപിക്കരുത്. അവരെ എന്തിനാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? അവരുടെ പോരാട്ടം ന്യായമാണ്. അതിനാൽ തന്നെ അവരെ കാണാൻ താൻ നേരിട്ട് പോകും. അത് മാത്രമല്ല, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും താൻ തന്നെ ചെയ്തു കൊടുക്കുമെന്ന് ബാബ രാംദേവ് NDTVയോട് തുറന്നു പറഞ്ഞു. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ താൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്, അങ്ങനെ ആരെങ്കിലും തൻ്റെ ഗ്രാമത്തോടോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തോടോ രേഖകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രേഖയും നൽകാനുള്ള ശേഷി ഞങ്ങൾക്കില്ല എന്ന് BJPയുടെ സ്പോൺസേഡ് വ്യവസായിയായിട്ടുള്ള ബാബ രാംദേവ് അടക്കം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിഷേധവും നമ്മുടെ പ്രക്ഷോഭങ്ങളും നമ്മുടെ സമരങ്ങളും എത്രത്തോളം BJPയെയും സംഘപരിവാറിനെയും വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ബാബ രാംദേവിനെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഒരു വാക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ചെറിയ വിജയം തന്നെയാണ്. അത് അവരുടെ ഒരു ചെറിയ ഭയം തന്നെയാണ്. അമിത്ഷാ പോലും ഇപ്പോൾ ചിന്തിച്ചു കാണും, നമ്മുടെ പാളയത്തിൽ നിന്ന് തന്നെ ആളുകൾ അവരുടെ പാളയത്തിലേക്ക് അനുകൂലമായി പോകുന്നുണ്ടല്ലോ, അതൊരിക്കലും നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അവരുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റൂല. എന്തായാലും ബാബ രാംദേവിന്റെ ഈ വാക്കുകൾ വേദനിപ്പിച്ചത് അമിത്ഷയെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.